ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കണവ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകണം, അങ്ങനെ മുരിങ്ങയ്ക്കൊക്കെ സെറ്റാക്കി അവർക്ക് സ്കൂളിൽ പോകാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചപ്പോഴാണ് കണവയൊക്കെ കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ചോദിക്കുമെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്കും കണവ തോരനാണ് നമ്മളിന്ന് വെക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദോശ ചൂടാണ് കേട്ടോ, അവരുടെ സ്കൂളിൽ പറഞ്ഞു വിടണം കേട്ടോ രണ്ടുപേരെയും. അങ്ങനെ അതൊക്കെ ഇതാക്കി നമ്മൾ കണവ വൃത്തിയാക്കി നല്ല സെറ്റാക്കി എടുത്ത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ആ മഷിയൊക്കെ പോകണം കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്ന എടുത്തില്ല. പിന്നെ അതിനുശേഷം നമ്മളൊരു ചട്ടിയിലോട്ട് കണവയിട്ട്, പിന്നെ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് സവാളയും പച്ചമുളകും ആണ് കേട്ടോ എടുത്തത്. 2 സവാളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട്, കൊച്ചുള്ളി എടുക്കാൻ പറ്റുന്നവരാണ് സമയമുണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ കുരുമുളകും കൂടി ചേർത്ത് അത് ചട്ടിയിൽ വെച്ചിട്ട് നല്ല കണക്ക് നമ്മൾ അതിൻ്റെ ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിക്കും. അപ്പം നല്ല കണക്ക് സെറ്റായി വെന്ത് വരുമല്ലോ. ഉപ്പും കൂടി ഇട്ട് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും കൂടി ഇട്ട് പിന്നെ അരപ്പ് തയ്യാറാക്കി. അതിന് വേണ്ടി തേങ്ങ, ഒരു കുറച്ച് കൊച്ചുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി, ഇത് ഇത്രയാണ് കേട്ടോ ഇടുന്നത്. അതങ്ങനെ വെന്ത് വന്ന സമയത്ത് നമ്മൾ ഈ അരപ്പ് എന്ത് ചെയ്ത് ഈ ചട്ടിയിലോട്ട് ഇട്ട് അതിനെ സെറ്റാക്കി. വെന്ത് വരുന്ന സമയത്താണ് കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും. എന്നിട്ട് ഈ നല്ല കണക്ക് ഈ അരപ്പ് എന്ത് ചെയ്ത് നല്ല കണക്ക് നമ്മൾ സെറ്റാക്കി, നമ്മൾ നല്ല കണക്ക് എല്ലായിടവും നല്ല കണക്കാവത്തക്ക രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചു. പിന്നെ അതിനുശേഷം നല്ല വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമുക്ക് കിട്ടുമല്ലോ, ആ വെളിച്ചെണ്ണ നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ചുറ്റിനും ഒഴിക്കണം. അപ്പോൾ എല്ലായിടവും സെറ്റാവുമേ. അങ്ങനെ നമ്മുടെ കണവത്തോര് റെഡിയായി. ടാറ്റാ ബൈ.